അടുത്ത പരിചയം കൊണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. വരുമാനത്തെക്കാൾ ഉപരി ഒരു മെസ്സേജ് ജനങ്ങളിൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലേക്ക് എത്തി നിൽക്കുന്നത്. പ്രകൃതിയെ ഏറ്റവും അധികം കരുതലോടെ കൊണ്ടുപോകുന്ന കങ്കാരു കളയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും സുധാകരൻ സാറിനെ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കാര്യം സാറിന്റെ ശ്രദ്ധയിൽ ഒരുപാട് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഒരു ചുരുങ്ങിയ ഒരല്പസമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് താഴെ വെച്ച് കഴിഞ്ഞു. അതിനേക്കാൾ അപ്പുറത്തേക്ക് അറിയാൻ ഒരുപാടുണ്ട്. ശ്രീ ജോയ് കെ മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രോജക്റ്റുകൾ എപ്പോഴും അത് ജനനന്മയ്ക്കായിരിക്കണം, നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാനായിരിക്കണം. അത് പിന്നീട് ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുമൊക്കെയായി ചിത്രീകരണം നടക്കാൻ പോകുന്ന ഒരു സംരംഭത്തിന്റെ ചടങ്ങാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുക. ശ്രീ ജയൻ ചേർത്തലെ പോലെയുള്ള കളയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും സുധാകരൻ സാറിനെ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കാര്യം സാറിന്റെ ശ്രദ്ധയിൽ ഒരുപാട് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഒരു ചുരുങ്ങിയ ഒരല്പസമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് താഴെ വെച്ച് കഴിഞ്ഞു. അതിനേക്കാൾ അപ്പുറത്തേക്ക് അറിയാൻ ഒരുപാടുണ്ട്. ശ്രീ ജോയ് കെ മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രോജക്റ്റുകൾ എപ്പോഴും അത് ജനനന്മയ്ക്കായിരിക്കണം, നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാനായിരിക്കണം. അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായി അല്ല എന്നുള്ളത് 100% അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സാറിനെ ഈ ഒരു ചടങ്ങിലേക്ക് അത് കഴിഞ്ഞിട്ട് സംസാരിക്കും. ഇനി നമുക്ക് ഈ വിളക്കൊന്നും മാറ്റി ഞാൻ പറഞ്ഞു ഇവരിൽ ഇവിടെ ഈ റെഡ് ബട്ടണാണ്. ഞാൻ പറയാം അതാ കൊടുക്കുന്നത്. പറയാം
അപ്പൊ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആൾ വരട്ടെ എന്ന് വെച്ചിട്ടായിരുന്നു. ഒരാൾ അവിടെ നിൽക്കണം അവിടെ 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 ഇറങ്ങി. സിനിമാ പ്രവർത്തകരുടെ സംഘടന അമ്മയുടെ വൈസ് പ്രസിഡന്റുമായ